എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് എന്തോ 2 സൈഡർ ആയിരുന്നു കുറച്ചാണ്. അതിന് ഞാൻ തന്നെ മതിയായിരുന്നു, എനിക്ക് മതിയായി. സഹിക്കവയ്യാതെയാണോ? എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ 1-2 മാസത്തേക്ക് ഉണ്ടായുള്ളൂ. പോലീസുകാർക്ക് പോലും സ്ത്രീകളെ പേടിയാണ്. നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ഒരു സ്ത്രീ പറയാനായിരിക്കും കേൾക്കണം. ആണെങ്കിലും കേൾക്കണം, പെണ്ണുങ്ങൾ പറയണതാണ്. പക്ഷെ ഇവരുടെ ജുഡീഷ്യലിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം പല കള്ളന്മാരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. വിജയ് സിനിമ വിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പോകുന്നത് മണ്ടത്തരമാണ് എന്നാണ് പറയുന്നത്. ഫാൻസുകാരെ നിരാശരാക്കുന്നു. ഇപ്പോൾ ആ ഒരു മാർക്കറ്റ് കളഞ്ഞു പോകുന്ന മണ്ടത്തരം തന്നെയാണ്. അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ള ഫാൻസുകാർ നിരാശരായിരിക്കും. അതിനകത്ത് നല്ല ഒരു ഫാൻസ് അസോസിയേഷനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ആറാട്ടണനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് പറഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ച് ഇഷ്ടമാണ് പറയും. നഗ്മ ഫാനാണോ? നഗ്മ ഫാനൊന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാണിക്കുമ്പോൾ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. കാരണം ഫിലോസഫർ ആയതുകൊണ്ട് എവിടെയാണെന്ന് അറിയില്ല. മരിച്ച എൻ്റെ മരണശേഷം എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്തായിരിക്കും അച്ഛനോട് പറയാ? അല്ല, എന്ത് പറയാൻ അറിയില്ല. പക്ഷേ ഒരു ഉമ്മ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഇൻ മൈ ഫേസ്ബുക്ക് വീഡിയോ ആയിട്ടാണ്. വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? വേറെ ഒന്നുമല്ല, എൻ്റെ കൂടെയുള്ള ആള് ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു മിനിമം 10 പോസ്റ്റെങ്കിലും ഇടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് വാട്ട് ഈസ് ഇൻ മൈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. നമസ്കാരം, സന്തോഷ് വർക്കിയാണ് കൂടെയുള്ളത്. ഓക്കെ ആണോ ഈ ഫേസ്ബുക്കിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? പേഴ്സണൽ യൂട്യൂബ് ആയിരുന്നു, ഫേസ്ബുക്ക് മോണിറ്റൈസ് ചെയ്യാണ് ഫേസ്ബുക്ക് കൂടുതൽ ചെയ്ത് തുടങ്ങി. പണ്ട് പോലെ ഏതാണ് പണ്ട് ചെയ്തപ്പോഴാണ് ആൾക്കാർ പറഞ്ഞ നിങ്ങൾ സെലിബ്രിറ്റി ഒന്നല്ല, ആരും മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ മൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കുറച്ച് തെറിവിളിയാണ്. തെറിവിളിക്കണ കേൾക്കുമ്പോൾ സങ്കടം കാണാറില്ല. ഇപ്പൊ കമന്റ്സ് വായിക്കാറില്ല, മതിയായി. വായിക്കാൻ വായിക്കത്തില്ല. കമന്റ്സ് വായിച്ചാൽ ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ കമന്റ്സ് ഓഫ് ചെയ്ത് വെക്കായിരുന്നേ. ഓഫ് ആക്കിയാൽ റവന്യൂ ബാധിക്കും. കമന്റ്സ് അവർ എഴുതിക്കോട്ടെ, പക്ഷേ ഞാൻ കമന്റ്സ് വായിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ കവർ ഫോട്ടോയിൽ നിന്ന് തുടങ്ങാം. ഒരു കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ ആണിത്. എനിക്ക് തോന്നുന്നു അച്ഛനാണ് കൂടെ. എന്താണ് അല്ലെങ്കിൽ അച്ഛനാണോ ഏറ്റവും പ്രിയപ്പെട്ടത്? ആണ്, എൻ്റെ റോൾ മോഡൽ എന്ന് പറയാം. റോൾ മോഡൽ അച്ഛനാണ്. എന്താണ് അച്ഛനെ കുറിച്ചുള്ള ഏറ്റവും നല്ല മെമ്മറി? ലൈക്ക് സന്തോഷ് വർക്കിക്ക് എപ്പോഴും മനസ്സിൽ സന്തോഷം തരുന്ന മെമ്മറി എന്താണ്? പുള്ളിയുടെ ചിരിയാണ്, വളരെ നല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ള ചിരിയാണ്. പിന്നെ എനിക്കൊന്നും ഒരിക്കലും പുള്ളി പോലെ ആകാൻ പറ്റില്ല. അവന് ആഗ്രഹമുണ്ട്, പക്ഷെ ആകാൻ പറ്റുന്നില്ല. കാരണം ഈ ചെയ്യുന്ന കാര്യത്തിൽ 1% പോലും ഭയങ്കര സിൻസിയറായിട്ട് ചെയ്യുന്ന ആളാണ്. ഭയങ്കര പെയിൻ എടുക്കുന്ന ആളാണ്. സാക്രിഫൈസിംഗ് ആയിട്ടുള്ള ആളാണ്. പുള്ളി ഫിനാൻഷ്യലി അത്ര വെൽ ഓഫ് കണ്ടീഷൻ ആയില്ല. പക്ഷെ അതിൽ നിന്നെല്ലാം ഫാമിലി റേസ് ചെയ്തു. സിസ്റ്റേഴ്സിനെ കെട്ടിച്ചു വിട്ടു, അവരുടെ മക്കൾ ജോലി കൊടുത്തു. പുള്ളി പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. എല്ലാം വളരെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളായിരുന്നു. എല്ലാവരും വളരെ ഒരു ആളെ കണ്ടാൽ പോലും ആൾക്കാർക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. എന്നോടൊന്നും അങ്ങനെ ഇല്ല. ഞാൻ അങ്ങനെ പേഴ്സണല്ല. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സൺ തന്നെയാണ്. ഒരിക്കലും ഇമ്പോസിബിൾ വിചാരിച്ച പല കാര്യം പോസിബിൾ ആക്കിയ ആളാണ്. ആ നൈസ് പേഴ്സൺ ഒപ്പം തന്നെ ഒരു അച്ചീവറുമായിട്ടൊപ്പം നൈസ് പേഴ്സണുമായി. എല്ലാവരോടും ആരോടും ആർഷ്യായിട്ട് പെരുമാറില്ല, വളരെ മനുഷ്യത്തോടെ. എന്നാൽ ഫെയർ ആൻഡ് ഫേമാണ്. ഞാൻ ഫെയർ ആണ്, പക്ഷെ ഫേം അല്ല. അങ്ങനെ എല്ലാം കൊണ്ട് എന്നെക്കാട്ടുള്ള വളരെ ഐ എം എ ബിഗ് സീറോ ബിഫോർ ഹിം. കൂടുതലും ഫാദറിൻ്റെ വാല്യൂ മനസ്സിലായത് മെച്ചേഴ്സ് ശേഷമാണ് കൂടുതൽ മനസ്സിലായത്. എനിവേ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. കാരണം ഫിലോസഫർ ആയതുകൊണ്ട് എവിടെയാണെന്ന് അറിയില്ല. എൻ്റെ മരണശേഷം എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്തായിരിക്കും അച്ഛനോട് പറയാ? കാണുന്ന ആഗ്രഹമുണ്ട്. അല്ല, എന്ത് പറയാൻ അറിയില്ല. പക്ഷേ ഒരു ഉമ്മ കൊടുക്കാൻ ആഗ്രഹമുണ്ട് അച്ഛന്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോട് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്? കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിരുന്നു. ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു. പിന്നെ വളരെ വയസ്സാണ്, എന്നെക്കാട് വളരെ വയസ്സാണ്. എവിടെ ചൂടാവണം, എവിടെ മിണ്ടായിക്കണമെന്ന് അറിയാം. ഞാൻ എല്ലായിടത്തും ഒരേപോലെയാണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല. ഇപ്പോൾ അച്ഛനെ കുറിച്ചുള്ള ഒരു മെമ്മറി എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടിക്കാലത്ത് അച്ഛൻ അടിച്ചിട്ടൊക്കെയാണോ വളർത്തിയത്? അല്ലെങ്കിൽ വളരെ അടിച്ച വളർത്തിയത്. എൻ്റെ 2ാം സിസ്റ്റർ ഞാൻ നമ്മൾ 10 വയസ്സ് ഗ്യാപ്പ് ഉണ്ട്. അവരുടെ 44 ഇയേഴ്സിലുണ്ടായതാണ്. വളരെ അടിച്ചെന്നെ വളർത്തിയത്. ഇനി അതർ സൈഡ് അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അമ്മ എൻ്റെ ഭാഗത്ത് നല്ല മനസ്സിലാണ്. അമ്മ വളരെ പാവമാണ്, സിമ്പിളാണ്. എൻ്റെ ഇന്നസെൻസിൽ എനിക്ക് അമ്മയുടെ കിട്ടിയെന്ന് തോന്നുന്നു. വളരെ ഇന്നസെൻ്റ് ആണ്, വളരെ പാവമാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രൊഫൈൽ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആറാടുകയാണ്.
ലൈക്ക് സ്വന്തം ഫോട്ടോ തന്നെയാണ്. ഇഷ്ടമാണോ ആൾക്കാർ ഈ പറയുന്നേ? എനിക്ക് ആരാട്ടൻ വിളിക്കുന്ന യാതൊരു കുഴപ്പമില്ല. സന്തോഷ് വർക്കി ഫാദറിന്റെ പേരിൽ അറിയപ്പെടുന്നത്. സന്തോഷ് വർക്കി എന്ന് വിളിക്കുന്നതിനോടാണോ ആറാട്ടൻ എന്ന് വിളിക്കുന്നതിനോടാണോ താല്പര്യം? സന്തോഷ് വർക്കിയാണ്. സന്തോഷ് വർക്കി അറിയപ്പെടുന്ന ആറാട്ടൻ്റെ ഇല്ല. അതിൽ സങ്കടമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. സന്തോഷം ജനങ്ങൾ ആൾക്കാരുടെ പേരാണ്. ഓക്കെ, ഇനി നമ്മൾ ബയോ നോക്കുകയാണെങ്കിൽ ഐ എം എ ലവിങ്, തോട്ട് പ്രൊവോക്കിംഗ്, ക്രിയേറ്റീവ്, കൈൻഡ് പേഴ്സൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് ഗുഡ് ടു അതേഴ്സ്. ഞാൻ ചോദിക്കുന്നത്, സ്വന്തമായി ഇത്രയും അനലൈസ് ചെയ്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ആറാട്ടണൻ അല്ലെങ്കിൽ സന്തോഷ് വർക്കി പറയുന്നത് മൊത്തം ലൈക്ക് കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഇന്നതൊക്കെയാണ്. ഇപ്പൊ എന്നോട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളെ എങ്ങനെ എന്നെ കാണുന്നു അതിനനുസരിച്ച്. അത്രയും സെൽഫ് കോൺഫിഡന്റ് ആണോ? സെൽഫ് കോൺഫിഡന്റ് ഒന്നല്ല, സെൽഫ് അനലൈസർ ഉണ്ട്. എന്റെ വീക്ക്നെസ് എന്താണ്, എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി പോസ്റ്റ് നോക്കുമ്പോൾ ഒരു 4 മണിക്കൂറുകൾ മുന്നേ ഇട്ട 2 പോസ്റ്റുകളാണ്. രണ്ടും മഞ്ജു ചേച്ചീനെ കുറിച്ചിട്ടാണ്. മഞ്ജു വാര്യരെ പോലെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പിന്നെ മഞ്ജു ചേച്ചിയുടെ ഒരു വീഡിയോ ആണ്. എന്താണ് മഞ്ജു ചേച്ചിയിൽ ഏറ്റവും ഇഷ്ടം? നല്ല സ്ട്രോങ് ലേഡിയാണ്, മൈൻഡ് വളരെ സ്ട്രോങ് ആണ്, നല്ല വ്യക്തിത്വമുള്ള ആളാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ടാണോ മഞ്ജു ചേച്ചിയെ പോലെ ഒരാൾ വേണമെന്ന് പറയുന്നത്? അതുപോലെ ഒരാൾ, അതുപോലെ ചോദിക്കുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണോ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഇന്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്കിനെയാണോ, അതൊരു ഫിസിക്കൽ അപ്പിയറൻസ്? ഫിസിക്കൽ അപ്പിയറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആറാട്ടൻ എന്ത് പറയും? ഇന്റലക്ച്വൽ പെൺകുട്ടിയാണെങ്കിൽ ഭംഗിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്റലക്ച്വൽ ആണെങ്കിൽ ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഭംഗി, ഇന്റലക്ച്വൽ, ഇന്റലിജന്റ്, അങ്ങനെ പല കാറ്റഗറിയുണ്ട്. ഇപ്പോൾ സന്തോഷ് വർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ പെൺകുട്ടികളൊക്കെ അടിപൊളി ലൈക്ക് അത് എനിക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ പെൺകുട്ടി, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി സൗന്ദര്യം ഉണ്ടാവണം ആഗ്രഹിച്ചത്. അതെന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത്? എനിക്കില്ലാത്ത എൻ്റെ ലൈഫ് പാർട്ണർ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ശരി, വളരെ ഇന്റലക്ച്വൽ ആയ പെൺകുട്ടി ആണെങ്കിൽ ഇതൊന്നും ഞാൻ നോക്കില്ല. ലൈക്ക് ഇന്റലക്ച്വാലിറ്റിക്കാണ് ഫസ്റ്റ് റാങ്ക്. എനിക്ക് ഏറ്റവും പ്ലസ് ഇന്റലക്ച്വൽ പ്ലസ്സറാണ്. വായിക്കുക, ചിന്തിക്കുക, ഇന്റലക്ച്വൽ കാര്യം ചെയ്യാൻ താല്പര്യം. പക്ഷെ അങ്ങനത്തെ എൻവയോൺമെന്റ് ഇവിടെ കിട്ടുന്നില്ല. ആരെങ്കിലും ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് എന്തോ 2 സൈഡർ ആയിരുന്നു കുറച്ച്. അതിന് ഞാൻ തന്നെ എനിക്ക് മതിയായി. ബെയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. അത് 1-2 മാസത്തേക്ക് ഉണ്ടായുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ തോന്നുന്നുണ്ടോ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ? വേണ്ടിയില്ല. എന്നെ ദൈവം, ഞാൻ അഗ്നോസ്റ്റിക് ആണ്, ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് എന്നോട് കുറച്ച് സ്നേഹമുള്ളതാണ്. കാരണം പല പെൺകുട്ടികളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ചില പെൺകുട്ടികൾ കല്യാണം ചെയ്യാൻ എൻ്റെ ജീവിതം വളരെ ദയനീയമായെന്നാ. ഇപ്പോൾ കല്യാണം കഴിക്കാതെ സിംഗിളായി ഹാപ്പിയാണോ? സിംഗിളായിട്ട് ഹാപ്പിയാണ്. കുറച്ച് ഫ്രീഡം ഉണ്ട്. ഇങ്ങനെ പോലെ തന്നെ ഇഷ്ടം. ഒരു ഗേൾ ഫ്രണ്ട് മതി എനിക്ക്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ, ഡിവോഴ്സ് ഒക്കെ ആയാലും നമ്മുടെ സ്വത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ പോകും. ഒരു ഗേൾ ഫ്രണ്ട് എന്തെങ്കിലും മതി. ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടുവാണെങ്കിൽ അതൊരു കല്യാണത്തിലേക്ക് കൊണ്ടുപോകാനാണോ അതോ ലിവിങ് ടുഗദർ പോലെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാനാണോ താല്പര്യം? കല്യാണം ഞാൻ ബേസിക്കലി പറയണം. എനിക്ക് കല്യാണം അല്ലെങ്കിൽ അത് അവർ ചോദിച്ചാൽ അവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചാണ്. ലിവിങ് ടുഗദർ ആയാലും എന്തായാലും സ്ത്രീകൾ എന്തെങ്കിലും നമുക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പോക്കാണ്. പെണ്ണുങ്ങളുടെ കാലമാണ്. അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ പല പെൺകുട്ടികൾക്കും കല്യാണം തന്നെ വേണ്ട, അങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് ആണുങ്ങൾ ഒരുപാട് മുതലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് നിയമം അനുകൂലത്തോടെ അവർ മുതലെടുക്കണം. മിസ്യൂസ് ഓഫ് പവറാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, പെൺകുട്ടികളുടെ കാലമായിരുന്നു. പണ്ട് ആണുങ്ങളുടെ ഇപ്പൊ പെൺകുട്ടികളുടെ ആണ്. പക്ഷെ ഇപ്പൊ അത് വീണ്ടും മാറുന്നില്ലേ? പെൺകുട്ടികൾ തന്നെ നിയമങ്ങളെല്ലാം പോലീസുകാർക്ക് പോലും സ്ത്രീകളെ പേടിയാണ്. നിയമങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ഒരു സ്ത്രീ പറയാനായിരിക്കും കേൾക്കണം. ആണുങ്ങൾ കേൾക്കണം, പെണ്ണുങ്ങൾ പറയണതാണ്. ഇപ്പോൾ ആണുങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു വിഷയം കണ്ടതാണ്. അവിടെ പെൺകുട്ടിയാണ് പ്രതി. ഏതാ? ഒരു വിഷം കൊടുത്തു കൊന്ന ഒരു വിഷയം നമ്മൾ കണ്ടു, കാമുകന്. അതിൽ ആ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ കിട്ടി. ആ പെൺകുട്ടിയോട് ഒരു ദയാദാക്ഷിണ്യം കേരളത്തിലെ നിയമം കാണിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം നിയമത്തിൽ അവസാനം വരുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആദ്യം ആ കുട്ടിയെ പിടിച്ചതും പിടികൂടിയതും അതിന്റെ കുറ്റം ആദ്യം ഒരു കേസ് എടുക്കുമ്പോൾ എല്ലാം അനുകൂലം പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. പല കോർട്ടിലും പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്തായിട്ട് അങ്ങനെയും അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ജുഡീഷ്യൽ എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം പല കള്ളന്മാരും രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷ് വർക്കിക്ക് വേണ്ടത് നല്ല ബോൾഡായ ഇന്റലക്ച്വൽ ആയ കുട്ടി. ബോൾഡല്ല, ബോൾഡിനെക്കാട്ടും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബോൾഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ അനുഭവം പോലെ ഉണ്ടാവും. ഇന്നാളുണ്ടായ മീഡിയ പെൺകുട്ടികളെ അത്ര ബോൾഡാവണ്ട. ബോൾഡായ ഇന്റലക്ച്വൽ ആവണമുണ്ട്, ആവശ്യത്തിന് ബോൾഡ് ആവുക. ഇപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മളോട് പറയുന്നത് ബോൾഡായി ഫേസ് ചെയ്യണം, അത് നല്ലതാണ്. പക്ഷേ ഈ ടൂ മച്ച് ബോൾഡായി കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് പോവാം. അടുത്ത പോസ്റ്റ് വിജയിനെ കുറിച്ചിട്ടാണ്. വിജയ് സിനിമ വിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പോകുന്നത് മണ്ടത്തരമാണ് എന്നാണ് പറയുന്നത്. ഫാൻസുകാരെ നിരാശരാക്കുന്നു. ശരിയാണ്. വിജയ് ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സമയമാണ്.
ഇപ്പോൾ ആ ഒരു മാർക്കറ്റ് കളഞ്ഞു പോകുന്ന മണ്ടത്തരം തന്നെയാണ്. വിജയ്ക്ക് ഇപ്പോൾ രജനീകാന്തിനെക്കാട്ടും എല്ലാവരെയും ഫാൻസ് ഉണ്ട്. കേരളത്തിലുള്ള ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ തീരുമാനമെടുത്തിൽ ഫാൻസിലെ നിരാശരായിരിക്കും. അതത്ര നല്ല ഒരു ഫാൻസ് അസോസിയേഷനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. വിജയുടെ സിനിമകൾ കാണുമ്പോഴാണ് കൂടുതൽ തരംഗം, കൂടുതൽ ആ ഒരു സ്റ്റാർഡം ഉള്ളത്. ശരിയാണ്, പക്ഷേ എന്നാലും വിജയനെ മിസ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ മിസ് ചെയ്യും. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് രണ്ടിനോട് കൊണ്ടുപോകുന്നേക്കുന്നുള്ള രാഷ്ട്രീയ സിനിമ MGR പാട്ട് കൊണ്ടുപോയ പോലെ രണ്ടിനോട് കൊണ്ടുപോകുന്നേക്കുന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് കമലഹാസൻ പോലും രാഷ്ട്രീയത്തിൽ പോയിട്ട് ശരിയായില്ല. രജനീകാന്ത് ഇത്രയും പ്രായമായിട്ടും പോയിട്ടില്ല, മാറിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിജയ്ക്ക് ഫാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റാലിനെ പോലെ ആൾക്കാരെ നേടാൻ അത്ര എളുപ്പമല്ല. എന്നാലും ഇത്രയും കോടികൾ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു മനുഷ്യൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാമെന്ന് പറയുന്നു. അതൊരു വലിയ കാര്യമല്ലേ? ആരെയും നോക്കി വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചെയ്യും? ഞാൻ ചെയ്യില്ല. ഇപ്പൊ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ആരെങ്കിലും ചെയ്യും? ഞാൻ ചെയ്യില്ല. 2 സിനിമകൾ കൂടി ചെയ്യാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നൊരു മൂഡിലല്ലേ നമ്മൾ? അങ്ങനെയാണെങ്കിൽ വിജയ് നല്ല മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കണം. പക്ഷെ വലിയ നടനായിട്ട് ഞാൻ പറയില്ല, ഇതൊരു വലിയ നടൻ അഭിനയൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ വലിയ അഭിനയൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു മാസ് അപ്പീലുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. പുള്ളി അങ്ങനത്തെ റോൾസ് പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ഒരു സ്റ്റാറാണ്. ശരി, ഇനി നേരത്തെ ചോദ്യമായി കണക്ട് ചെയ്തിട്ട് ചോദിക്കണം. തികച്ചും സാങ്കല്പികമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ആറാട്ടണ്ണനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ച് ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ എന്താണ് എന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഞാൻ പുസ്തകമേ വായിക്കാത്ത ഒരു മനുഷ്യനാണ്. പുസ്തകം വായിക്കുന്നല്ലോ ഇന്റലക്ച്വൽ. എനിക്ക് ഇന്റലക്ച്വലി അത്ര കാപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നല്ലൊരാളായിട്ട് തോന്നുന്നു. ഞാൻ നേരത്തെ കണ്ട ആളെക്കാട്ടും ബെറ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നെ ഇപ്പൊ കണ്ടിട്ട് ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. നമ്മളൊരു 6-7 മണിക്കല്ലേ കാണുന്നത്. ഇപ്പൊ എത്ര മണി? 7:45. 2 മണിക്കൂർ കൂടി പോയി. ശരി, ഇപ്പൊ തുറന്നു പറയാൻ പറ്റില്ല. കുറച്ചാലൊന്ന് ഇന്ററാക്ട് ചെയ്യണം. ഇന്ററാക്ട് ചെയ്താൽ ഓക്കെ പറയുന്ന പറഞ്ഞേ ഇപ്പൊ ഇതുവരെ കണ്ടതിൽ വെച്ച് ഇതുവരെ പെരുമാറി വെച്ച് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ജഡ്ജ്മെന്റ് ശരിയാവണമില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പം ശരിയാവണമില്ല. ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു 3-4 മണിക്കൂർ? ഇപ്പൊ ഷാറുഖ് ഖാൻ ഫസ്റ്റ് സീൻ ലവ് അറ്റ് ഫസ്റ്റ് സൈഡ് സംഭവില്ലേ? ലവ് അറ്റ് ഫസ്റ്റ് സൈഡ് ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അതിനൊരു ജീവിതകാലം മുഴുവൻ. ഇപ്പൊ ഞാൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഒരു 5-6 മാസത്തിൽ രണ്ടുപേരും ഇന്ററാക്ട് ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. പിന്നെ എങ്ങനെയാണ് ഒരാളോട് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നത് പ്രകടിപ്പിക്കാം, തെറ്റില്ല. ഞാൻ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈഡിനെ ഞാൻ വളരെയധികം അംഗീകരിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ ഈ ഇഷ്ടമാണ് ഞാൻ പിറ്റേ ദിവസം കല്യാണം കഴിക്കുകയൊന്നുമില്ല. കുറച്ചാലും ഇന്ററാക്ട് ചെയ്തിട്ട് കല്യാണം കഴിയുള്ളൂ. രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കിയിട്ട് രണ്ടുപേർക്കും പോസിബിൾ ആണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ മറ്റേ ചാനലിന്റെ ആങ്കറുമായിട്ടുള്ള വിഷയത്തില് ഞാൻ ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതില് താങ്കൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കൊച്ചിന്റെ പേരെന്താന്ന് പോലും അറിയാൻ പാടില്ല. ഒരു ഒറ്റ ഇന്റർവ്യൂ ആണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കൊച്ചിന് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ ഒരാളോട് ഇഷ്ടം തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ ബയോ എടുത്ത് നോക്കും. അല്ലെങ്കിൽ ആ ഒരു ആങ്കറിന്റെ പേര് കണ്ടുപിടിക്കാൻ അത് അത്ര പാടുള്ള കാര്യമല്ല ഒരിക്കലും. കാരണം ആ ഇന്റർവ്യൂവിൽ തന്നെ അവളുടെ പേര് എഴുതി കൃത്യമായി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് അവളുടെ ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലുമൊക്കെ കിട്ടത്തില്ലേ? അതൊന്നും നോക്കാതെ എങ്ങനെയാണ്? അല്ല, ഞാൻ ഒരു നമ്പർ കിട്ടാൻ നോക്കി. പേരോട് ചോദിച്ചു, പല ആൾക്കാർ ചോദിച്ചു, നമ്പർ കിട്ടിയില്ല. നോക്കിയപ്പോ എങ്ങനെയാണ് പേര് അറിയാതെ? അല്ല, ഞാൻ പേരോട് ചോദിച്ചു ഇങ്ങനത്തെ ഈ ഇന്റർവ്യൂ റെഫറൻസ് വെച്ചാൽ പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരൻ തരാൻ താല്പര്യമില്ല. ഇനി പുള്ളിക്കാരൻ ക്രഷ് ഉണ്ടോന്നും അറിയില്ല. ഇപ്പോ എന്നോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയായിരുന്നു? ഫസ്റ്റ് ആയിട്ടും തോന്നിയില്ല, പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം നന്നായി തോന്നി. എന്റെ പേരെന്താണെന്നറിയോ? ശില്പ. കറക്റ്റ്. ഓക്കെ, എന്തായാലും അത് ഞാൻ തമാശക്ക് ചോദിച്ചതാണ്. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി അടുത്ത പോസ്റ്റിലേക്ക് പോവാം. അടുത്ത പോസ്റ്റ് ഇസ് ലൈക്ക് ഹോട്ട് നഗ്മ ഫാനാണോ? നഗ്മ ഫാനൊന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ ഷെയർ ചെയ്യാൻ തോന്നി, ഹോട്ടായി തോന്നി. എന്തുകൊണ്ടാണ് ഒരാളെ ഹോട്ട് എന്ന് വിലയിരുത്തുന്നത്? ഹോട്ടെന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങൾ കാണിക്കുമ്പോൾ അവർ ഹോട്ടാണ്? അല്ല, അങ്ങനെയല്ല. അത് ഹോട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ലെസ്ഫുൾ റീൽ തന്നെ നമ്മൾ കാണണം. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ്. ലെസ്ഫുൾ ആണ്. ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ ശരീരത്തിൽ ഇത്തിരി ഭാഗങ്ങൾ, ഇപ്പൊ നല്ലൊരു പക്ക ഫുള്ളി ഡ്രസ്ഡ് ഒരു ഭാഗങ്ങളും കാണിക്കാത്ത ഒരാളെ കണ്ട് ഹോട്ട് എന്ന് തോന്നാറുണ്ട്. ഹോട്ടന് എല്ലാവരും ഹോട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സുഹാസിനി മാഡം ഒരിക്കലും ഹോട്ടാണെന്ന് പറയാൻ പറ്റില്ല. പെട്ടിയാണ് അവർ ഹോട്ടാണ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഹണി റോസ് ഹോട്ടാണ്. മഞ്ജു വാര്യരുടെ ഹോട്ടനെക്കാട്ടും ബ്യൂട്ടിഫുൾ ആണ്. ഹോട്ടെന്ന് പറയാൻ പറ്റില്ല. ഹോട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ഈ മാദകം പോലെ ആ രീതിയിലാണ്, ആ ഒരു രീതിയിലാണ്. സിൽക്ക് സ്മിത അങ്ങനെയല്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാര് ഹണി റോസ് അവരൊക്കെ അവരുടെ ബോഡി പാർട്സ് കൊണ്ട്
ലൈക്ക് ഒരു ബ്ലെയിം ചെയ്യുന്ന പോലെയല്ല, ബോഡി പാർട്സ് കൊണ്ട് അറിയപ്പെടുന്നവരാണ് അല്ലേ. ഇപ്പോൾ സിൽക്ക് സ്മിത, നഗ്മ, ഇവരൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വയറ് കാണിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഫേമസ് ആയി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അറിയപ്പെടണം. അവരുടെ പേരാണ് താങ്കളും പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, തുണി കുറയുന്നതാണോ ഈ ഹോട്ട്? തുണിയൊന്നുമല്ല, ഇപ്പൊ അപ്സെൽസ് എന്ന് പറയും. ചിലർക്ക് അപ്സെൽസ് ആണെങ്കിൽ എത്ര ഡ്രസ്സ് ഇട്ടാലും എങ്ങനെ ഇട്ടാലും ആൾക്കാർ നോക്കും. ബോഡി ഷേപ്പാണ്. ബോഡി ഷേപ്പ് അപ്സെൽസ് ആണ് നല്ല ബോഡി ഷേപ്പ്. അങ്ങനെ പെൺകുട്ടികളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ അവർ എന്ത് ഡ്രസ്സ് ഇട്ടാൽ ആൾക്കാർ നോക്കും. അങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കുന്നത് നല്ലതാണ്. അല്ല, അവരുടെ ഇഷ്ടമല്ല, അവരുടെ ഡ്രസ്സിങ് ആണ്. പക്ഷേ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാട്ടും സെക്സ്വാലിറ്റി കൂടുതലാണ്. ഫീമെയിൽ ബ്രെയിൻ മെയിൽ ബ്രെയിൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ആണുങ്ങൾ കൂടുതൽ നേരത്തെ സ്റ്റിമുലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നഗ്മയെക്കാട്ടുള്ള ഇപ്പം ഇന്ന് കണ്ടപ്പെട്ടാണ് നഗ്മയെക്കാട്ടുള്ള ഹോട്ട് വേറെ ആൾക്കാരും ഉണ്ട്. ഇതാണ് ഹോട്ട്. കേറ്റ് വിൻസ്ലെറ്റ്, ടൈറ്റാനിക്കിൽ അഭിനയിച്ച അവരെയാണ് തോന്നിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഓക്കെ, അത് സന്തോഷ് വർക്കിയുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, അത് മാറ്റി നിർത്തി ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്, അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. മേ ബി ഷെയർ ചെയ്തതായിരിക്കാം. മോഹൻലാലിനെ ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അതെന്താ? മോഹൻലാലിനെ പേഴ്സണലായിട്ട് കുറ്റം പറയാം. പ്രൊഫഷണലി പുള്ളി എക്സലൻ്റ് ആണ്. ഒരു മലയാളം ചെയ്താണ്ടുള്ള എനിക്ക് വിയോജിപ്പുള്ളതാണ്. ചെയ്താൻ മോഹൻലാൽ ഒരു നല്ല നടനായിട്ട് അംഗീകരിക്കുന്നില്ല. ലോക സിനിമ കണ്ടാലും ബെസ്റ്റ് ഫ്രണ്ട് അല്ല ചെയ്താൻ്റെ അതിനോട് ഞാൻ യോജിക്കില്ല. ലോക സിനിമയിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോക സിനിമ കണ്ടാലും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. ജോലിയോട് വളരെ ഡെഡിക്കേറ്റഡാണ്. അതിലൊന്നും പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു അച്ചടക്കമുള്ള ജീവൻ പുള്ളിക്കില്ല മമ്മൂട്ടിയെ പോലെ. മമ്മൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ സ്ക്രിപ്റ്റിലാണ് ഇപ്പോഴും. മോഹൻലാൽ അഭിനയിക്കുമ്പോഴൊന്നും മമ്മൂട്ടിക്ക് നല്ല മമ്മൂട്ടി ഞാൻ പറയുന്നുണ്ട്, മമ്മൂട്ടി ആയാലും ഫഹദ് ഫാസിൽ, കമലഹാസൻ, ഹോളിവുഡ് ആക്ടർ, ഇവരെല്ലാം മെത്തേഡ് ആക്ടേഴ്സാണ്. ഒരുപാട് പഠിച്ച് റിസർച്ച് ചെയ്ത് അങ്ങനത്തെ നടന്ന നല്ല മോഹൻലാൽ. എനിക്ക് തോന്നുന്നില്ല അഭിനയം പഠിച്ചിട്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ഒരു ഇൻഡ്യൂഷനാണ് അത്. അങ്ങനെ ആക്ടർ പിന്നെ ഹാങ് ഓവറും ഇല്ല. അങ്ങനത്തെ ഒരു ആക്ടർ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. നമ്മളിവിടുത്തെ ആൾക്കാർ ഒരിക്കലും ഇവിടെയുള്ള ആൾക്കാരെ അംഗീകരിക്കില്ല. പഴയ മോഹൻലാൽ ആണ് ഏറ്റവും അടിപൊളി ഇപ്പോഴത്തെ കാട്ടും. പഴയ മോഹൻലാൽ പറഞ്ഞാൽ നടനും താരവും എല്ലാം ആയിരുന്നു. ഇപ്പം പഴയ നടത്തിന് വരുന്നില്ല. ഏകദേശം ആ ഒരു പഴയ മോഹൻലാൽ തന്നെ നേരിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മോഹൻലാലിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ സന്തോഷ് വർക്കിയോട് പറയണേ, അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ കഥ കേൾക്കണം, മറ്റെല്ലാ കാര്യവും മോഹൻലാൽ ചെയ്യണം, ലാലേട്ടൻ ചെയ്യണം. ആന്റണി പെരുമ്പാവൂർ ബിസിനസ് ശ്രദ്ധിക്കുക. പുള്ളി നല്ല കച്ചവടക്കാരനാണ്. അങ്ങനെ ശ്രദ്ധിക്കുക. പുള്ളിക്ക് മോഹൻലാൽ ബിസിനസ്സേ അറിയില്ല. മോഹൻലാൽ കഥ കേൾക്കുക. സിനിമാ സംബന്ധമായ കലാപരമായ കാര്യമെല്ലാം മോഹൻലാൽ ഹാൻഡിൽ ചെയ്യുക. ബിസിനസ് സംബന്ധമായ കാര്യമെല്ലാം ആന്റണി പെരുമ്പാവൂർ ഹാൻഡിൽ ചെയ്യുക. അങ്ങനെയാണ് നല്ല കോമ്പിനേഷനാണ്. ഇനിയും മോഹൻലാലിന് പലതും ചെയ്യാൻ പറ്റും. ഇനിയൊരു പബ്ലിക് റെസ്പോൺസ് ആണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു റോഡിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടൊരു പബ്ലിക് റെസ്പോൺസ് ആണോ അത്? രാവിലെ ഷൂട്ടിന് പോയപ്പോൾ കണ്ടതാണ്. ആൾക്കാർ എങ്ങനെയാണ് തിരിച്ചറിയുമ്പോൾ റെസ്പോൺസ്? എവിടെ ചെന്നാലും ഞാൻ പിന്നെ എൻ്റെ ഒരു അങ്കിളുടെ ഫ്യൂണറിന് പോയപ്പോൾ കാറിൽ പോയപ്പോൾ കൊല്ലത്തും കോട്ടയം എല്ലായിടത്തും തിരിച്ചറിയാനുണ്ട്. ഫാൻസ് ആണോ കൂടുതൽ, ഹേറ്റേഴ്സ് ആണോ? നേരിട്ട് കാണുമ്പോൾ ഫാൻസാണ്, പക്ഷെ കമൻസിൽ മറ്റുള്ള ഹേറ്റേഴ്സാണ്. എന്നെ അങ്ങനെ ആരും അടിക്കാനും വന്നിട്ടില്ല. പക്ഷേ ലുലുമാൾ മൊബൈൽ ചിലർ കളിയാക്കിയിട്ടുണ്ട് എന്നെ. ഇപ്പോൾ പല ഇറ്റലി, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US പലരും ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പല മലയാളീസ് എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മലയാളീസും അറിയാം. ഫിലിം ഫീൽഡിൽ എല്ലാവർക്കും അറിയാം. നേരിട്ട് കാണുമ്പോൾ ലുലുമാളിലേക്കാണ് ചില കളിയാക്കും, പക്ഷെ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നേരിട്ട് കണ്ടിട്ട് നല്ലത് പറഞ്ഞിട്ട് ഈ തെറി വിളിക്കുന്ന എനിക്ക് തോന്നുന്നു ഫാൻസ് ഷെയർ ആവുന്നു. അല്ല, വേറെ ആരുമല്ല. ഞാൻ ചോദിക്കുന്നത്, നേരിട്ട് കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിൽ നിന്ന് അങ്ങനെ ആൾക്കാരും ഉണ്ട്. മലയാളികൾ അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനത്തെ ഉണ്ട്. ഒരുത്തനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തു. അതിന് ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വന്നില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് കിട്ടി, നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കോളാൻ. ഇങ്ങനെയുള്ള ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ലുലുമാളിൽ വെച്ചല്ല. ചിലപ്പോൾ ആണെങ്കിൽ ഹേർട്ട് ആയിട്ടുണ്ട്. പെൺകുട്ടി കളിയാക്കുന്ന അവർക്ക് എൻ്റെ ഫേസ് എക്സ്പ്രഷനെല്ലാം കണ്ടിട്ട് അല്ല, എനിക്ക് നല്ലൊരു മനസ്സോ ബുദ്ധിപരമായി നോക്കുകയാണെങ്കിൽ എനിക്ക് പണ്ടേ പെണ്ണ് കിട്ടിയാണ് അങ്ങനെയാണെങ്കിൽ. പക്ഷേ എനിക്ക് ഒരു പൗരസ്വോ അങ്ങനത്തെ ബോഡിയോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാവാം പെണ്ണുങ്ങൾ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ നിത്യവിനോട് ഫാദർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാരണമുണ്ട് റിജക്റ്റ് ചെയ്യാൻ കാരണം, പക്ഷെ എന്താണെന്ന് പറയാനില്ല, നിങ്ങൾക്ക് വിഷമമാകാൻ പറഞ്ഞു. കാരണം ഇതാവാം. എനിക്ക് ആദ്യം തോന്നിയ പ്രണയം തോന്നിയ കുട്ടിക്കും അത് തന്നെയായിരിക്കും തോന്നിയ. ആരും നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് തന്നെയാണ് കാരണം.